ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസേന ചെയ്യാവുന്ന ആകർഷണ ശക്തിയുമായി നിങ്ങളെ ലൈൻ ചെയ്യുന്ന 5 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എനർജിയുമായി ശരിയായ അലൈൻമെൻറ്റ് ലഭിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായത് വലിയ ചേഞ്ചസ് അല്ല, ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാനായി പരീക്ഷിച്ചിട്ടുള്ള 5 സിമ്പിൾ ബട്ട് പവർഫുൾ ഹാബിറ്റ്സ് ആണ്. നമ്പർ 1, രാവിലെ കൃതജ്ഞത പ്രകടിപ്പിക്കുക. രാവിലെ ഉണർന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ മനസ്സിൽ ഓർക്കൂ, എന്തിന് നിങ്ങൾ നന്ദി പറയാൻ കഴിയും. ആദ്യമായിട്ട് സുഖത്തോടെ ഉണരാൻ കഴിഞ്ഞതുകൊണ്ടോ, നിങ്ങളുടെ കുടുംബം സുരക്ഷിതമായിരിക്കുന്നു എന്നതുകൊണ്ടോ, ഏതെങ്കിലും ചെറിയ കാരണമാകാം. ഇത് നിങ്ങളുടെ എനർജി ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറാൻ സഹായിക്കുന്നു. നമ്പർ 2, വിഷ്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക. കുറച്ച് മിനിറ്റുകൾ കണ്ണടച്ച് നിങ്ങളുടെ ഗോൾസ് മനസ്സിൽ സജീവമായി കാണൂ. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്വപ്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് ശരിക്കും സംഭവിച്ച പോലെ തന്നെ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 3, അഫർമേഷൻസ്. ദിവസേന കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് റിപ്പീറ്റായിട്ട് പറയുക അല്ലെങ്കിൽ കേൾക്കുക. ഇവ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നു. ഇവ നിങ്ങൾക്ക് എഴുതി കൂട്ടാമെങ്കിലും എഴുത്തില്ലാതെയും നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ എഴുതി നമുക്ക് ജസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, അത് നോക്കി അത് ജസ്റ്റ് കേൾക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എന്നിലേക്ക് എത്തുന്നു. എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എന്നിലേക്ക് എത്തുന്നു. ഞാൻ ശാന്തിയോടും വിശ്വാസത്തോടും നിറഞ്ഞിരിക്കുന്നു. ഞാൻ ശാന്തിയോടും വിശ്വാസത്തോടും നിറഞ്ഞിരിക്കുന്നു. ഈ ലോകം എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഈ ലോകം എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആണ്. 4th വൺ, മൈൻഡ്ഫുൾ ആക്ഷൻ, അതായത് പ്രവർത്തനം. ഈ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ദിവസേന ചെറിയ തോതിലെങ്കിലും ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കണം. ഇപ്പം നിങ്ങളുടെ ഗോള് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണെങ്കിൽ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫോൺ കോളിലൂടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനീസിലൊക്കെ വിളിച്ച് അന്വേഷിക്കുക, പിന്നെ അപേക്ഷിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ യൂണിവേഴ്സിനോട് നമ്മൾ സീരിയസ് ആണെന്ന് കാണിക്കുകയാണ് വേണ്ടത്. ജോലിയുടെ കാര്യം മാത്രമല്ല, വേറെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പിന്നിൽ ഹാർഡ് വർക്ക് ഇടണം. അതിനാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമ്മളെ ഗോൾസിലോട്ട് നമ്മൾ എത്തുള്ളൂ. നമ്പർ 5, രാത്രി റിഫ്ലക്ഷൻ. ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാവുന്ന കാര്യങ്ങൾ ഓർക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം 1-2 തവണ എഴുതി വയ്ക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വൈകുന്നേരത്തെ എനർജി കാമാക്കാനും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ചെയ്യാനും ഇത് നല്ല മാർഗ്ഗമാണ്. എഴുതി വയ്ക്കുക എന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് അന്നത്തെ ദിവസത്തെ കാര്യം തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അതിന് ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചിലരൊക്കെ പറയാറുണ്ട് അന്ന് നടന്ന നല്ല കാര്യങ്ങളാണ് എഴുതേണ്ടതെന്നുള്ളത്. അതും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി വേണ്ട ഗോൾസിനെ കുറിച്ചൊക്കെ എഴുതി വയ്ക്കാം എന്നും രാത്രി. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയാനായിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും പിന്നെ വിഷ്വലൈസേഷനൊക്കെ തന്നെയാണ്. അടുത്ത പോയിന്റ്, ലെറ്റിംഗ് ഗോ ആൻഡ് ട്രസ്റ്റ്. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശീലം, വിട്ടുകൊടുക്കാനും യൂണിവേഴ്സിനെ വിശ്വസിക്കാനും വേണ്ടി പഠിക്കുക. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കൈവരിക്കാനായിട്ട് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ ഭയപ്പെടാതെ ട്രസ്റ്റ് ചെയ്താൽ അതിൻ്റെ പെർഫെക്റ്റ് വേർഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 2 മാസമൊന്നും നടക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ മാസങ്ങളോളം എടുക്കുമായിരിക്കും. ലോങ് ടേം ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഗോളും ലോങ് ടേം ഗോൾ തന്നെ ആയിരിക്കും, ഷോർട്ട് ടേം ഗോളൊന്നും ആവണമെന്നില്ല. അപ്പോൾ എല്ലാം സമയമെടുക്കും. അതുകൊണ്ട് എല്ലാം നമ്മൾ എല്ലാ ആക്ഷൻസൊക്കെ എടുത്ത് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും ചെയ്യുമ്പോൾ രാത്രി മാത്രം എന്നില്ല, രാവിലെകളിലും നമുക്ക് ചെയ്യാം. പക്ഷേ രാവിലെകൾ എപ്പോഴും നമുക്ക് തിരക്ക് പിടിച്ചതായിരിക്കും. ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്ക്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്നും ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. കാരണം തിരക്ക് പിടിച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും രാത്രി എന്ന് പറയുന്നത്. പക്ഷേ രാവിലെയും രാത്രിയും ഇത് റിപ്പീറ്റഡായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന പതിവുകൾ എന്തെങ്കിലും ഒന്ന് ആദ്യമായി തുടക്കം കുറിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ സ്വപ്നങ്ങൾ അനുഭവമായി മാറാൻ യൂണിവേഴ്സ് ഓരോ ദിവസവും ജോലി ചെയ്യുന്നുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ യാത്രയിലൂടെ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.